ജൂൺ 20-ാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് ഈ ചിത്രം. അതിൽ പത്രസമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ വന്ന് എല്ലാ മാധ്യമപ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അത് തന്നെ പ്രധാന കഥാപാത്രം ചെയ്ത അമീർ നിയാസ്. അമീറിനെ ഇവർക്കും അറിയാം, ഒരുപാട് ചിത്രങ്ങൾ എല്ലാവർക്കും അറിയാറുണ്ട്. ഇവരടക്കം മാസ്റ്റർ പീസ് അടക്കം കുറെ പടങ്ങളിൽ നായകനായിരുന്നു അമീർ പ്രധാന വേഷം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പത്മകുമാർ എന്ന് പറഞ്ഞ സംവിധായകൻ ഒരു പ്രധാന വേഷം ചെയ്യുകയാണ്. 4 ചിത്രങ്ങൾ എല്ലാവരും ചർച്ചയായ ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. അതോടൊപ്പം നിവേദ്യം എന്ന ചിത്രത്തിലാണ് കലാരംഗത്ത് വില്ലനായിട്ട് ലോകദാസ കണ്ടെത്തിയ ഒരു നടനാണ് അദ്ദേഹം. ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ സഹായം ചെയ്യുന്നു വി പത്മകുമാർ. അതോടൊപ്പം തന്നെ നമ്മുടെ നിർമ്മാതാവ് വിനോദ് ഒരു വേഷം ചെയ്തിട്ടുണ്ട്, നല്ല വേഷം ചെയ്തിട്ടുണ്ട്. തേറ്റയിലെ നിർമ്മാതാവിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നായിക തേറ്റയിലെ ഭദ്രയെ ചെയ്തു. നമ്മുടെ സംവിധായകൻ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാന വേഷം ശരത് വിക്രം. ഒരു അതിപ്രധാനമായ കഥാപാത്രം അഭിനയിച്ചിരിക്കാൻ. പിന്നെ നമ്മുടെ ക്യാമറമാൻ സിംബാദ്. ഇത്രയും പേരുമാണ് ഫസ്റ്റ് മീറ്റിൽ പങ്കെടുക്കുന്നത്. സാധാരണ നമ്മുടെ പത്രസമ്മേളനത്തിൽ ആദ്യം സംസാരിച്ചു കൊടുക്കുന്ന അറിയാം സംവിധായകനാണ്. അതിന്റെ കപ്പിത്താൻ സിനിമയിൽ സംവിധായകൻ വരാൻ ഒരു 5 മിനിറ്റ് എടുക്കുമെന്ന് പറയുന്നു. അപ്പം നമ്മൾ മീഡിയക്കാർ നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യല്, അതുകൊണ്ട് വൈകിട്ടെന്നാന്ന് ഓർത്ത് തുടങ്ങിയാണ്. അപ്പം അമീർ തന്നെ തുടങ്ങി വെക്കാം, അല്ലെങ്കിൽ ആരാ പടത്തെക്കുറിച്ച് സർവൈവൽ പരിപാടി ഒരുപാട് പറഞ്ഞു കൂട്ടാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നമുക്കിപ്പം ഒരുപാട് നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു സബ്ജക്റ്റ്. ഒരുപാട് നമുക്ക് സിറ്റി ലൈഫും അങ്ങനെ ഒരു ക്രൈം ത്രില്ലറും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായാലും ഈ ഒരു സാധനം നമുക്കൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അതോടൊപ്പം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം അതേറെ. പിന്നെ ബാക്കി കംപ്ലീറ്റ് കാട്ടിലേക്കാണ്. മെയിൻലി പറയുന്ന ഒരു കാട്ടുപന്നി ഒരു മനുഷ്യനും തമ്മിലുള്ള ഒരു കഥയാണ്. അത് ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് നമസ്കാരം. അമീറിനെ എനിക്ക് നേരത്തെ അറിയാം. അമീർ എൻ്റെ ഒരു സിനിമയിൽ, മൈ ലൈഫ് പാർട്ട്ണർ സിനിമയിൽ സുധീർ നായരോടൊപ്പം തന്നെ ഒരു പ്രധാന ഈക്വലായിട്ട് പങ്കുവച്ചാണ് വേഷം. അപ്പോൾ ആ വർഷത്തെ ബെസ്റ്റ് ആക്ടർ സുദേവായിരുന്നു. പക്ഷെ ആ വർഷം അമീർ ഒപ്പം ഉണ്ടാവുമെന്ന് കിട്ടി പറഞ്ഞതാണ്, പക്ഷെ അത് എവിടെയോ മിസ്സായി പോയി. തേറ്റ ഈ സംവിധാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അഭിനയം വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്നു. പക്ഷേ ഈ തേറ്റ എന്നോട് അമീറാണ് പറഞ്ഞു, ഇങ്ങനൊരു സിനിമയുണ്ട്, അതിനകത്തൊരു കഥാപാത്രമുണ്ട്, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ അവനവന്റെ സിനിമകളും അവനവന്റെ കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും മിഴിവിട്ടതാകണം അല്ലെങ്കിൽ മനോഹരമാണെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അട്രാക്ട് ചെയ്ത്, ഇത് എനിക്കൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിന്റെ സബ്ജക്ട് വൈസ് ഇതൊരു വല്ലാത്തൊരു ഔട്ട്സ്റ്റാൻഡിങ് സബ്ജക്റ്റ് ആയിരുന്നു. ഒരു മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലിങ്ക്, അതായിരുന്നു അതിന്റെ സബ്ജക്ട്. പക്ഷെ അത് വളരെ കഷ്ടപ്പെട്ട് അതിന്റെ ഒരു ടീം ഓഫ് ആൾക്കാർ അതിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയത്. ഓരോരുത്തർക്ക് സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെ എല്ലാം അർപ്പിച്ച് ജീവിക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സിനിമയിൽ താരങ്ങളാവണം, സംവിധായകനാകണം, മറ്റാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്ത ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ. അവരുടെ കഷ്ടപ്പാടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. അവിടെ എത്ര തിരക്കാണെങ്കിൽ ഞാൻ ഓടിയെത്താനുള്ള ഒരു കാരണം തന്നെ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ അവരുടെ ഒരു ചിത്രം നാളെ അല്ലെങ്കിൽ 20-ാം തീയതി സ്ക്രീനിൽ തെളിയാൻ പോവാണ്. അത് നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അനുഭവിക്കാൻ പോകുന്ന ഒരു സുഖമുണ്ട്. അത് എത്ര പേര് കയറണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരുപാട് വലിയ താരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഈ സിനിമ നിങ്ങൾ എങ്ങനെ അതിനെ സമൂഹത്തിൽ എത്തിക്കുമെന്നതിനെ ബേസ് ചെയ്താണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. ഞാനും ആദ്യമായിട്ട് മൈ ലൈഫ് പാർട്ട് എന്നൊരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയ സമയത്ത് ഷെജിൻ അറിയാവുന്നതാണ്. അപ്പം വാതിൽ തുറന്നിട്ട് കാത്തിരിക്കും ഏതെങ്കിലും ഒരാള് അതിലേക്ക് കടക്കണമെന്ന്. പക്ഷേ ആ കഥവ് തുറന്നു വരാൻ അധികം പേര് വന്നില്ല. കാരണം സ്വർഗ പ്രണയം എന്നൊരു വിഷയം മലയാളിക്ക് അന്ന് അന്യമായിരുന്നു. ഇന്ന് കാതിൽ വാദപുരാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോഴും ഒരു ദിവസം ഞാൻ കണ്ടതാണ് ആ വാതിൽ തുറന്ന് ആരെങ്കിലും ഒക്കെ കടന്ന് എന്റെ സിനിമ തിരശ്ശീലയിൽ കാണണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ അന്ന് ആരും അധികം പേര് വന്നില്ല. പിന്നീട് അതിന് ഒരുപാട് അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴാണ് ആ സിനിമ ശ്രദ്ധേയപ്പെട്ടത്. തേറ്റയ്ക്ക് അത് ഉണ്ടാവുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം തേറ്റ പൂർണ്ണ ഒരു
രൂപത്തിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു എഫോർട്ടിൽ ആ സിനിമ എവിടേക്കോ ഒരു നല്ല ജീവനോടുകൂടി തിരശ്ശീലയിൽ തെളിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന്റെ ഒരു മൂകസാക്ഷിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സാന്നിധ്യമായിട്ട് ഞാനും കുറച്ചു കാലം ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു കഥാപാത്രവുമായിട്ട്. ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. പ്രൊഡ്യൂസറിനോട് എന്താ പറയില്ലെന്നറിയില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിലേക്കാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ എനിക്ക് നിർമ്മിക്കാൻ പറ്റിയത്. എൻ്റെ ഭാഗ്യമാണ്. അമീർ, സനമാലി, ശരത്, റനീഷ്, അതുപോലെ വേറെ ഒരാൾ ഷർക്കില്ല, അസീസിക്ക, ഇവരൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളെല്ലാവരും സഹകരിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ഇങ്ങനെ ഇത് മുന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമസ്കാരം. എൻ്റെ സിനിമ അത് ഈ സിനിമയുടെ ക്യാമറ ഞാൻ മാത്രമല്ല, വേറെ എൻ്റെ സുഹൃത്തു കൂടി ഫാസിൽ. ഇതിലേക്ക് എത്തിയത് റനീഷ് ഫൈനലി ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ ഇത് ഒരുപാട് ബുദ്ധിമുട്ടി ഒരു സുഹൃത്തുക്കളെല്ലാവരും ഒത്തുചേർന്നതാണ് ഈ സിനിമയുടെ ഇവിടെ അവരെ എത്തിച്ചിട്ടുള്ളത്. അതിൽ ഞാനൊരു ക്യാമറ ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഇതില് വേറൊരു കഥാപാത്രം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്ത എൻ്റെ ഒരു കേട്ടോ. ഫസ്റ്റ് നമുക്ക് അവിടെ തന്നെ പറയാം. നമസ്കാരം, എൻ്റെ ഒരു ശരത് വിക്രം. എൻ്റെ ആദ്യ സിനിമയാണത്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരു 4-5 സിനിമകളിലൊക്കെ പോയിരുന്നു. പിന്നീട് അതിലൊന്നും എന്താ പറയുക, അതിനകത്ത് സെറ്റാവാൻ പറ്റിയില്ല. പിന്നീട് ഈ മോഹങ്ങളൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കളഞ്ഞു, പല ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട്. പിന്നീട് എല്ലാ മോഹവും വേണ്ടാന്ന് വെച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു സിനിമ, തേറ്റാന്നുള്ള സിനിമ, ഞാനും എൻ്റെ കൂട്ടുകാരൻ റനീഷ്, അതുപോലെ എൻ്റെ കൂട്ടുകാരൻ തന്നെ അസീസ്, റംസൽ അസീസ്, പിന്നെ ശരത് വേണുഗോപാൽ, അങ്ങനെ ഞങ്ങളെല്ലാം കൂടിച്ചേർന്ന ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ സിനിമ സംഭവിച്ചു. ഒരുപാട് സന്തോഷം. എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് സിനിമയാണ് തിയേറ്ററിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള വേദികളൊക്കെ മൊബൈലിലൂടെയും ചാനലിലൂടെ ഇങ്ങനെ കാണാന്നല്ലാതെ ഇതെങ്ങനെ ഒരു അനുഭവം എനിക്കും കൂടി സാധിച്ചു എന്നുള്ള ഒരുപാട് സന്തോഷം. എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭദ്ര, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന മീഡിയ പ്രവർത്തകർക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം ഞങ്ങളെപ്പോലുള്ള പൊതുമുഖങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് മീഡിയാസ്. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ്. പിന്നെ തേറ്റ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, തേറ്റ മൂവിയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തേറ്റ മൂവിയുടെ കഥ കേട്ടപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു കഥയാണ്. തേറ്റ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത പ്രൊഡ്യൂസർ വിനീഷ് സാറിനും അതുപോലെ ഡയറക്ടർ റനീഷ് സാറിനും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. തേറ്റ മൂവിയുടെ ക്രൂ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ അമീർ നിയാസിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തേറ്റ മൂവി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ഒരു മൂവി ഇപ്പോൾ ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പേര് ഇനിയും. ആ മൂവി റിലീസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു സോ മച്ച്.
ഡയറക്ടറും ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ട് ഡയറക്ടർ അപ്പോഴേക്ക് ഓക്കെ. അതിൻ്റെ ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടറുടെ നെയിം ശങ്കരൻ എന്നാണ്. ശങ്കരൻ ഒരു സാധു ഒന്നുമില്ല. ചെറുപ്പത്തിലെ ഒരു അപകടം പറ്റി അച്ഛൻ്റെ കൂടെ വേട്ടയ്ക്ക് പോയിട്ട് കാട്ടിലേക്ക് കയറാൻ പേടിയായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു സമയത്തുമ്പോൾ പുള്ളിക്ക് കയറേണ്ടി വരുന്നതാണ് കാട്ടിലേക്ക്. വലിയ ഇതായിട്ടൊന്നും ഒരു സാധാരണ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ഞാൻ അമീറിന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അത് വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ്. കുറച്ചേ ഉള്ളെങ്കിലും ഒരു എന്താ പറയുക, മകനെ കാടിനെ പേടിക്കുന്ന, കാടിന്റെ ഇരുട്ടിനെ പേടിക്കുന്ന ഒരു മകന്റെ എന്താ പറയുക ധൈര്യമുള്ള ഒരു അച്ഛനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ ഞാൻ അത് ഡയറക്ടറെ കുറിച്ച് പറയാൻ വിട്ടുപോയാണ്. അദ്ദേഹം മലയാള സിനിമയിലെ വളരെ പ്രശസ്തമായ ഒരു സംവിധായകന്റെ ഒരു സംവിധാന സഹായിയായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയിൽ അതിന്റെ ഒരു മിഴിവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പടവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോടൊക്കെ ചോദിക്കാം. ഈ സിനിമ മെയിൻലി ഏത് ജോണറിലാണ് വരുന്നത്? തുടങ്ങി ഞാൻ പറഞ്ഞു, ഒരു സർവൈവൽ പരിപാടി. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു മൃഗമായി തീരുന്ന ഒരു സംഭവമാണ്. അവർക്ക് ഞാൻ പറഞ്ഞ ഒരു സർവൈവൽ ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് തമ്മിൽ ഒരു സബ്ജക്റ്റാണ്. പോസ്റ്റർ കാണുമ്പോൾ വയലൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ ഈ വയലൻസിനെതിരെയാണല്ലോ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഇപ്പം നിമോദൻ പോലും മാർക്കറ്റ് ഉപേക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പം വയലൻസ് ആണോ എന്താണ്? അല്ല, ഇത് വയലൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോകുന്നതാണ്. അയാള് പോസ്റ്റർ കാണുന്ന പോലെ ഒരു ക്ലൈമാക്സിന്റെ ഒരു ഇതിലേക്ക് പോകുന്നത്. അതിന്റെ ഒരു തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ആളൊരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ ഒരു കാട്ടിലേക്ക് എത്തുന്നു, അവിടുന്ന് സുഹൃത്ത് നഷ്ടപ്പെടുന്നു, അച്ഛൻ നഷ്ടപ്പെടുന്നു, ഒരു പേടി. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മൃഗമായി തന്നെ മാറുന്നൊരു അതിലേക്ക് പോവാണല്ലോ. അതായത് അതിനൊരു സ്റ്റെപ്പായിട്ട് തന്നെ പോകുന്നു. മനുഷ്യൻ എങ്ങനെ ഒരു ദേഷ്യം അയാൾക്ക് വന്നു പെടുന്നു, അത് ആ പ്രോപ്പർ വേയിൽ അത് പോകുന്നുണ്ട്. അല്ലാണ്ട് ഇതിന് വേണ്ടിയായിട്ടുള്ള ഒരു പരിപാടിയിൽ എടുത്തിട്ടില്ല. ഹലോ, ഓക്കെ ശരി. ഇവിടെ ഇപ്പോൾ പോസ്റ്ററിൽ ഒത്തിരി മുറിവുകളും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെയാണ് തുടങ്ങാനൊക്കെ. അപ്പം ആ സമയത്ത് ഐ മീൻ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തതെന്ന്, മീൻസ് ഈ ഫൈറ്റ് സീൻസ് ആയിട്ട് സർവൈവൽ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഐ മീൻ പരിപ്പൂർത്തിന് പറ്റിയിരുന്ന അല്ലെങ്കിൽ ഒത്തിരി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു? എനിക്ക് ഏറ്റവും ഭയങ്കര റിസ്ക് ആയിട്ടിരുന്നത്, എനിക്ക് ഒരു കാല് മടങ്ങിയത് ഒരു ചാടി വന്ന് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മടക്ക് വീണതിൻ്റെ ഒരു ഫ്രാക്ചർ വന്നതാണ്. പക്ഷെ നമുക്ക് ഫിലിം ഒരു ആ കാർഡ് നമുക്ക് ഇത്ര സമയത്തേക്കേ ഉള്ളൂ, ഒരു 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് കൂടെ ഉള്ളൂ ആ കാർഡ്. അപ്പം ഫിലിമിൽ പരിക്ക് പറ്റുന്നത് ഈ കാലും, ശരിക്കും പരിക്ക് പറ്റിയത് ഇപ്പോഴത്തെ കാലം. അപ്പം അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് ചികിത്സക്കുള്ളത് ഇപ്പോഴും തന്നെ, കാലം കഴിയായിട്ടില്ല. ഒരുപാടുണ്ട്, ഒരുപാട് നമുക്ക് ഡ്യൂട്ടുന്നതിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെയുള്ള റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്ര നാൾ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് കുറച്ച് അർബൻ ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സിറ്റി ലൈഫിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു? എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു? ഒന്നും ചെയ്തോ പറ്റില്ല, സത്യം പറഞ്ഞാൽ. അല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ സിറ്റി ലൈഫും ആ ഒരു ഗ്രാമം എന്ന് പറയുന്ന വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് തൃശ്ശൂർ കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടിട്ട് നമ്മൾ പ്രൊഡ്യൂസറാക്കി ഇല്ലേക്കല്ല കേട്ടോ. ഇതേപോലെ നമുക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ചേഞ്ചും വന്നിട്ടില്ല, സെയിം അത് തന്നെ. പിന്നെ നമ്മൾ ഈ പടത്തിലൊരു പ്ലസ് മൊബൈല് കാര്യങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല. അതൊരു പ്ലസ്. പിന്നെ തന്നെ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഒരു ക്യാരക്ടർ ആവാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു സജഷൻ എന്തുണ്ടെങ്കിലും അത് പറയാം, ആ ഒരു ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്നുള്ളൊരു ഇതിൽ ഒരു മൂഡനുസരിച്ച് അങ്ങനെ പോകുന്നു. ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു. അപ്പോ
ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു. ജോർജ് സാറിന്റെ 2 സിനിമകളില്. ഓക്കെ, എന്താണ് ഇത്ര ഗ്യാപ്പ് വരാനുള്ള കാരണം? നല്ലൊരു പടാക്കി പിടിക്കണ്ടേ, പടം ഇല്ലാണ്ടല്ല, ഒന്നാലുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു പ്രൊജക്ട് നമ്മൾ 2020-2021 സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് അത്, കൊറോണ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്ട്. കുറച്ച് നമുക്ക് ഒരു ഗ്രാഫിക്സിന്റെ കുറേ പ്രശ്നങ്ങൾ വന്നു, വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതിനു വേണ്ടി സത്യം പറഞ്ഞിട്ട് 4 വർഷത്തോടെ ഒരുപാട് ഇതിനു വേണ്ടി തന്നെ മുടിയും താടിയും വളർത്തി കുറേ നാൾ ഞാൻ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് പടങ്ങൾ അങ്ങനെയും പോയിട്ടുണ്ട്, ഇല്ലാതെ പറയുന്നില്ല. അപ്പം അധികം പടമൊന്നും വന്നിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. ഒരു അടിച്ചമർത്തൽ പോലെ വന്ന അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? ഒരിക്കലും. അത് ഞാൻ കഷ്ടപ്പെടാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല ഇവിടെ. നമ്മളായിട്ട് ഇറങ്ങിയത് കഷ്ടപ്പെടുന്നുള്ളൂ. പിന്നെ അതുപോലെ എൻ്റെ ഇതിൽ കുറച്ച് ഒരു ആക്ഷൻ മൂഡ് ഓഫ് സാധനം ആയതുകൊണ്ട് എല്ലാത്തിലും അങ്ങനെ എടുക്കേണ്ടെന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഇതെനിക്ക് കേട്ടപ്പം ഭയങ്കര രസമായിട്ട് തോന്നി. സർവൈവൽ പരിപാടി നമ്മളൊരു മൃഗത്തിനായിട്ട് കിട്ടണമെന്ന് എല്ലാവർക്കും കിട്ടുന്നില്ല. അതൊക്കെ അന്നും കൂട്ടി പിന്നെ അതിലേക്ക് നിന്നത്. കഥാപാത്രങ്ങള് സെലക്ട് ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയില്ല, ഒന്നായി തോന്നുള്ളൂ. ഞാൻ പറയല്ലോ, വരും കൂടുതലും ഒരു ആക്ഷൻ ടൈപ്പ് ഓഫ് മൂവിയാണ്. അതുപോലെ വന്നിട്ടില്ല, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ആക്ഷൻ മൂവീസിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. മസിലുള്ളതുകൊണ്ടാണ്? മസിലുള്ളതല്ല, എനിക്ക് പറ്റുന്നത് തോന്നുന്നു. നിങ്ങൾ ഇതുകൊണ്ട് നോക്കട്ടോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞത്. എനിക്ക് ആക്ഷൻ പടത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഫസ്റ്റ് ഫിലിമിൽ വരുമ്പോഴും ആക്ഷൻ ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് വന്നിറങ്ങുന്നത്. ഈ പടം അതിനൊക്കെ ഒരു കാരണമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും. ബോഡി സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കമ്പയർ ചെയ്തത്. ഓടി ഇല്ല, എൻ്റെ പണ്ടേ ഓടി. സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നു? അത് ഞാൻ പറയാം, പ്രത്യേകിച്ച് സിനിമയ്ക്ക് വേണ്ടി മുടി വളർത്തിയിരുന്നു. മുടിയെ താടി അതിന് വേണ്ടി വളർത്തിയിരുന്നു. അല്ലാതെ വേറെ ശരിയായിട്ടില്ല. സോറി, പിന്നെ നമുക്ക് ബോഡീൻ്റെ ടോട്ടലി ആ ഒരു ഫിറ്റ്നസിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ കളയാനുള്ള ഒരു ഗ്രാമം പരിപാടിയാണ്. അതൊന്നും കളഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇദ്ദേഹം എന്താ തോന്നിയൊരു കാര്യമാണ്. പോസ്റ്റർ കണ്ടപ്പോൾ ഇന്ന ആളാണെന്ന് മനസ്സിലായില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ആളെ മനസ്സിലായത്. അപ്പൊ നമുക്ക് തോന്നി ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ മെയിൻ സ്ട്രീമിൽ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി. ഇദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ, എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്റെ വഴിയല്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ മുമ്പിൽ ഞാൻ എപ്പോഴും ജോലി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാറുള്ളതാണ്. പുള്ളി സർവീസ് ചെയ്യുമ്പോഴും കമ്പനി ചെയ്യുമ്പോഴും ആ സമയത്ത് തന്നെ പുള്ളി 18 വർഷത്തോളം ഫീൽഡിലുള്ള ആളാണ്. പുള്ളി ഒരു ചെറിയ ക്യാരക്ടറും അതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഒരു സമയം വരുമ്പോൾ ഞാൻ ആ സ്ഥലത്തെത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ എൻ്റെ പറയുന്നുണ്ട്. നമ്മൾ മുമ്പിലോട്ട് ഓരോ ദിവസം ചെല്ലുമ്പോൾ നമ്മൾ ഹോപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. മുമ്പിലേക്ക് വെച്ച് പോകും, സമയത്തുമ്പോഴത്തേക്ക് അതിനുള്ള എനിക്കും വരും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു വിശ്വാസമുണ്ട്. അതെ, സാധാരണ ഒരു എന്താ പറയുക, കാടിന്റെ പശ്ചാത്തലത്തിൽ താമസിക്കുന്നൊരു പെൺകുട്ടി. ഇതുവരെ ചെയ്ത വേഷങ്ങൾ ഡിഫറെന്റ് ആണോ അതോ? ഞാൻ പിന്നെ ചെയ്തിരിക്കുന്ന മൂവിയിൽ ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ്. രണ്ടും നാടൻ ക്യാരക്ടറാണ്. അമ്പലവാസി പെൺകുട്ടിയായിട്ടുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം ക്യാരക്ടർ. ഇപ്പൊ ഈ ഒരു മൂവിയിലായാലും ഒരു നാടൻ ക്യാരക്ടറാണ്. അതെ അതെ. ഡാൻസ് പെർഫോമൻസോ സോങ്സോ എന്തെങ്കിലും ഇതിലുണ്ടോ? ഈ മൂവിയിൽ ഇല്ല. 2 മൂവിയിലും ഡാൻസ് എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ വേഷങ്ങളാണ്? ഡാൻസ് ചെയ്ത ഒരു പാട്ടൊക്കെ ഹിറ്റ് ആകാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു? അങ്ങനെയില്ല, നല്ല ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യാൻ ഓക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഏകദേശം 10 വർഷം മുമ്പാണ് അമീറിനെയും സുദേവിനെയും സിനിമ. ഈ
ഈ 2025 എത്തുമ്പോൾ അമീർ എന്ന് പറയുന്ന ഒരു നടനിലെ ഒരു വളർച്ച എങ്ങനെ കാണുന്നു ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ? ഇപ്പൊ അദ്ദേഹം ചോദിച്ചത് തന്നെ അതിനകത്ത് കാര്യമാണ്. കാരണം ഈ ഒരു മൗനമായിട്ടിരിക്കുന്ന സമയത്ത് അമീർ എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്കറിയാം. കാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പൊ ഈ സമയം വരെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന് വേണ്ടി മാത്രമല്ല ഈ സിനിമയുടെ പൂർത്തീകരണത്തിന്. അതൊരു നടനെ സംബന്ധിച്ചോളം ഇന്നൊരു വലിയ ആവശ്യമാണ്. ഇപ്പം അഭിനയിച്ചിട്ട് ചായ കഴുകിക്കളഞ്ഞ് AC റൂമിലേക്ക് മടങ്ങി പോകുന്നതല്ല ഒരു നടൻ. ആ സിനിമ തിയേറ്ററിൽ എത്തിച്ച് വിജയിക്കാനുള്ള ഒരു ശ്രമം പോലും നടന്റെ ഭാഗത്തുനിന്ന് വേണം. അവസരം കിട്ടാത്തത് മാത്രമല്ല അമീറിന്റെ ഒരു ഇത് തോന്നുന്നു. അമീർ അതിനുവേണ്ടി എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു മെച്യൂരിറ്റിയാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അമീർ ഈ ഒരു ക്യാരക്ടറിലേക്ക് സജസ്റ്റ് ചെയ്തത് അമീർ എന്ന് പറഞ്ഞു. അമീറിന്റെ കൂടെ അഭിനയിച്ച വേറെ നടന്മാരുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ തന്നെ സജസ്റ്റ് ചെയ്യാൻ കാരണം ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണോ അതോ അത് പ്രൊഫഷണൽ ഒരു ക്യാരക്ടറിന് ആപ്റ്റാന്ന് തോന്നുന്നത്? എന്താണ് റീസൺ? അതിന് മറുപടി ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മൈ ലൈഫ് പാർട്ട്ണറിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യേണ്ടത് മലയാളത്തിലെ ഇന്നത്തെ 2 സൂപ്പർ താരങ്ങളാണ്. അവരുടെ പുറകെ ഞാൻ 2 വർഷമായിട്ട് നടന്നതാണ്. എനിക്ക് ഡേറ്റ് തരൂ. അതിലൊരു മാന്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ജലി മേനോൻ ചെയ്യുന്ന ഒരു സിനിമയിലെ ഒരു വളരെ പ്രധാന കഥാപാത്രം ചെയ്യേണ്ടതുണ്ട്. താങ്കളുടെ സിനിമയുടെ സബ്ജക്ട് ഇഷ്ടപ്പെട്ടിട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റൊരു പ്രധാന നടൻ അദ്ദേഹം അതേ വർഷം തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ കഥാപാത്രത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കും എന്നെങ്കിലും നടത്തിയതാണ്. നടത്തി അവസാനം ഞാൻ പലരുടെയും കാലം പിടിച്ചു. ഇപ്പോഴത്തെ പല താരം എനിക്കൊന്ന് അവസരം തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി തയ്യാറായി വന്ന ഒരു നടൻ അമീറാണ്. പിന്നെ കണ്ടെത്തിയതാണ് സുധേവിനെ. അപ്പം അമീർ വിളിച്ചാൽ ചെല്ലുക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഡ്യൂട്ടിയാണെന്ന് കരുതിയാണ് ഞാൻ എവിടെയിൽ ഓടിച്ചത്. അതില് സൂര്യ പറഞ്ഞത് തന്നെ ഞാനൊരൊറ്റ കോള് പുള്ളികൾ ചെയ്തു. അപ്പോൾ അതിൽ എന്താണ് ഏതാണ് ഒന്നും ചോദിക്കാതെ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, നല്ലൊരു ക്യാരക്ടറാണ്, അല്ല ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, നിനക്ക് ഓക്കെയാണോ? പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. ഞാൻ വേറെ അതിൽ മറത്തൊരക്ഷരം അത് ഒരുപാട് വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ടീം വർക്കായിരുന്നു അതിൽ. അവിടെ നമ്മളിൽ ഒരാളായിട്ട് അത്രയും വന്ന് പുള്ളി അതിന് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ് ചെയ്യാൻ ഒരുപാട് ചുമ്മാ പറഞ്ഞല്ല, ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് പോയി. ഇപ്പോൾ പറഞ്ഞില്ല, ബന്ധത്തിൻ്റെ പുറത്താണ്. അല്ലാതെ എന്നെ വിളിച്ചിട്ട് എൻ്റെ അച്ഛനാക്കാനുള്ള അതിനുള്ളതായിട്ട് ഒരു പുള്ളി അതൊന്നും നോക്കിയില്ല. എന്തൊരു ക്യാരക്ടർ നീ നോക്കിയാണോ ഞാൻ അതേ. താങ്ക് യു. മലയാളത്തിലെ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് പുലി, മോഹൻലാൽ ചെയ്തിട്ടുള്ളത് പുലിയാണ്. ഈ സിനിമയിലെ കാട്ടുപന്നിയാണെന്ന് തോന്നുന്നു ഒരു നായകൻ. എങ്ങനെയുണ്ട്? ഇപ്പം ആ മാഡം ചോദിച്ച പോലെ ഒരു വയലൻസ് ഉണ്ടോ എന്ന് സിനിമയെ ചോദിച്ചില്ലേ? നമ്മളെപ്പോഴും മനുഷ്യന്റെ വയലൻസ് ആണ് കാണുന്നത്. ഇത് മൃഗത്തിന്റെ ഉള്ളിലെ ഒരു മനുഷ്യന്റെ വയലൻസിനെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പം മനുഷ്യന് മാത്രമല്ല പ്രതികാരവും ഒക്കെ പറയുന്നത്, മൃഗത്തിനുമുണ്ട്. നമ്മളെപ്പോഴും മനുഷ്യന്റെ തലത്തിലൂടെ ചിന്തിക്കുമ്പോഴാണ് പല മൃഗങ്ങളും ഈ പറയുന്ന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മൃഗങ്ങളൊക്കെ വില്ലന്മാരാകുന്നത്. പക്ഷെ അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഈ സിനിമ കൃത്യമായിട്ട് വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കുമുണ്ട് പ്രതികാര ബുദ്ധി. അത് മനുഷ്യനോടല്ല മൃഗത്തിനോടായാലും അവിടെ ഈ സിനിമ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. മലയാള സിനിമയിൽ ഒരു നായക സ്ഥാനം അല്ലെങ്കിൽ ഒരു സൂപ്പർ താര പദവി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നായകന്മാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനത്തെ പടത്തിൽ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അതിലെന്ത് പറയാം? സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പടം അല്ല ഇപ്പൊ കഴിഞ്ഞൊരു പടം, ഇപ്പൊ കഴിഞ്ഞ ദിവസം സെൻസറിങ് ആയിരുന്നു. ആ സിനിമയിൽ നമ്മൾ പ്രധാന 2 പേരെ നായകന്മാരായിട്ട് ഫിക്സ് ചെയ്തതാണ്. പക്ഷെ അവരൊക്കെ പറയുന്ന 2 വർഷം 3 വർഷം കഴിഞ്ഞ് ഡേറ്റ് തരാമെന്നൊക്കെ പറയുമ്പോൾ ആയുസിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് 3 വർഷം ആയുസ് കടന്നു പോകുന്ന പോലെയാണ് എൻ്റെ ജീവിതത്തിലും കടന്നു പോകുന്നത്. ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒരിക്കൽ സാധാരണ താരങ്ങളായിട്ട് വന്നിട്ട് പിന്നീട് വലിയ താരങ്ങളായി മാറുമ്പോൾ പിന്നെ അവരുടെ ഡേറ്റ് കിട്ടുക എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ പോലെ ഒരുപാട് പേര് അത് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തതായിട്ട് പോലും എനിക്കിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ ഇത് തന്നെ. ഇപ്പം അമീറിനെ എന്നൊരു നടൻ ഈ കഥാപാത്രം ഏറ്റെടുക്കാൻ തയ്യാറായതുപോലെ ഒരു നടന്മാരും ചെയ്യില്ല. കാരണം അവർക്ക് വേണ്ടത് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ എന്തൊക്കെയാണ് വേണ്ടത് അതല്ല, എന്താ പറയുക, അവർക്ക് വേണ്ട ആഡംബരങ്ങൾ, ക്യാരവൻ, അതൊരു സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അത് ഒരു സാധാരണ പ്രൊഡ്യൂസറുടെ എന്താ പറയുക കീശിയാണ് കാര്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നടന്മാരുടെ ഒരു ട്രാൻസ്ഫർമേഷൻ സാധാരണത്തിൽ നിന്നും അസാധാരണത്തിലേക്ക് വരുമ്പോൾ ആ സിനിമയിൽ അവരുടെ ഇടപെടൽ ഭയങ്കരമാണ്. എൻ്റെ ആദ്യ സിനിമയിലും ആ പടത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. എൻ്റെ ചെയ്ത മിക്ക സിനിമകൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു താരത്തെ വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ മോഹമാണ്. ഇപ്പൊ ലോഹിതാറിന് മുമ്പിൽ നിവേദ്യത്തിൽ അഭിനയിക്കുകയും ചെയ്ത് നടനാകാനുള്ള ആഗ്രഹം ഉണ്ടല്ല, സംവിധാന സഹായിയായി ചെന്നപ്പോൾ അദ്ദേഹം എന്നെ നടനാക്കിയതാണ്. അപ്പൊ ഇവരുടെ അടുത്ത് നിന്നപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് ഒരു മീറ്റിംഗിൽ അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, നീ ചെയ്ത ഒരു അവാർഡ് സിനിമ കൊണ്ട് ഇന്ന താരത്തെ നിനക്ക് ഡേറ്റ് കിട്ടില്ല, നീ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു.
ഒരു നടനെ വെച്ച് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടന്റെ ഒരു സാമീപ്യം നമുക്ക് വേണം. നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പുതിയ നടന്മാർക്ക് പലരും ഡേറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ പുറകിൽ ഒരു ബിഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ അത് കിട്ടാത്ത എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും അവരുടെ അടുത്ത് ആ പ്രഭാവത്തിന്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റില്ല. ഈ ആദ്യ സിനിമ ഉൾപ്പെടെ അത് ഞാൻ ഫേസ് ചെയ്തതാണ്. ഈ നാടൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു, എങ്ങനെയുണ്ട് ഇതില് ഒരു നായികയായും പിന്നെ അതുപോലെ തന്നെ ഒരു ഭാര്യയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പറഞ്ഞു, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതായത് ഒരു സെക്കൻഡ് മൂവിയാണെന്ന് തോന്നുന്നു, അതില് നായികയായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് അഭിനയിക്കുമ്പോൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അഭിനയിക്കാൻ അത് ഈസി ആയിരുന്നു? സെക്കൻഡ് മൂവി ഈ ടാറ്റ മൂവിയില് ക്രൂ ഞാൻ പറഞ്ഞല്ലോ നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല, ടെൻഷനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സിനിമയില് മൃഗത്തെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? വന്യജീവിയാണോ അതോ മൃഗമാണോ ഉപയോഗിക്കുന്നത്? നമ്മളിതിൽ ഗ്രാഫിക്സ് ആണ് മെയിൻറ്റെയിനുള്ളത് കൂടുതൽ. നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരിക്കലും വരെ ട്രൈൻ ചെയ്ത് നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ സാധനം നമുക്ക് ഒരിക്കലും ട്രൈ ചെയ്ത് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഡബി ഉണ്ട്, അതുപോലെ ഗ്രാഫിക്സ് ആണ്. എനിക്ക് തോന്നുന്നു പടത്തിലേക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുന്നില്ല അത്. കാരണം നമ്മള് അവരുടെ ആൾക്കാരെ നമ്മൾ കാണിച്ചിരുന്നു പടം, അതിന്റെ ഒരു ഇതുവരെ അടിച്ചിട്ടില്ല. ഒരു മിക്സഡ് ആയിട്ടുള്ളതാണ്, വലിയ പ്രോബ്ലംസ് ആയിട്ട് വന്നിട്ടില്ല. അല്ല അമീറിന്റെ വ്യക്തിക്ക് ആ ഒരു പിന്നെ ഡെമ്മി വെച്ച് ചെയ്യുമ്പോൾ ഇത് റിയലി നമ്മളൊരു സിനിമയിൽ കാണുമ്പോൾ എത്രത്തോളം അത് വർക്ക്ഔട്ട് ആകുന്ന ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ടല്ലേ? അതുണ്ടായിരുന്നു. കാരണം ട്രോൾ ചെയ്തിട്ട് കൊന്നു പലവഴിക്കുന്നുണ്ടാവും. എന്നെ കൊണ്ട് പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ പടം കണ്ടിരുന്നു, എന്തെങ്കിലും ഫിലിം കണ്ടിട്ട് തന്നെ വന്നത് അതിന് ആ ചെയ്തതിനുള്ള റിസൾട്ട് അതുണ്ട്. ആ സ്ക്രീനിൽ വന്നപ്പോഴും അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. വേറൊരു കാര്യം, ഈ ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ബാനറിലും ട്രെയിലറിലും ഒക്കെ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് മൂവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ നരിവേട്ട ഇറങ്ങി, നരിവേട്ട നല്ല ത്രെഡുള്ള ഒരു മൂവിയാണ്. അത് തിയേറ്ററിൽ അത്രത്തോളം ഒരു സക്സസ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാര്യം അതിന് കിട്ടേണ്ട നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പേടിച്ച് ഫാമിലികൾ കയറാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ അങ്ങനെ ഫാമിലി കേരള എന്നൊരു പേടിയുണ്ടോ? നമുക്ക് ഇത് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന യുവയാണ്, നല്ല ഡാർക്ക് ഷെയ്ഡ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു ഫാമിലി സബ്ജക്റ്റ് ആണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് നമുക്ക് അതനുസരിച്ച് നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഡാർക്ക് മോഡിലേക്ക് പോകുന്നു. അല്ലാതെ എന്തെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടർ പന്തി മാത്രമായിട്ടുണ്ടോ? എനിക്കത് കണ്ടപ്പോ തോന്നില്ലേ കുറച്ചുകൂടി പിന്നെ നമ്മുടെ ട്രെയിലറിലൊക്കെ കുറച്ചും കൂടി ഫാമിലിനെ കുറച്ചും കൂടി ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അല്ല, അതുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലർ എന്ന് പറയുന്നത് നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. ഫാമിലിയുടെ സിനിമയോട് 1.5 മണിക്കൂറോളം നമുക്ക് 1 മണിക്കൂർ 40 മിനിറ്റോളം കിടക്കുന്നുണ്ട്. അപ്പൊ അതില് എന്തൊന്നാലുണ്ട് ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ടായിട്ട് ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു 2 മിനിറ്റില് കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല പോർഷൻസ് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം ഉണ്ട്. പറഞ്ഞ തന്നെ നമ്മൾ 1.5 മണിക്കൂറോളം ഫാമിലി ബേസ്ഡ് തന്നെയാണ് പോകുന്നത്. പിന്നെ ആ കഥ അനുസരിച്ച് നമ്മളത് പോകുന്നത്. മെയിൻലി നമുക്ക് ഇതാണ് ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു പരിപാടി മാത്രമാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി നമ്മൾ ആ നാട് കാണിക്കുമ്പോൾ എന്തായാലും അവിടുത്തെ ഫ്രണ്ട്സിന്റെ ഇത് കാണിക്കണം, ഫാമിലി കാണിക്കണം, ഇമോഷൻസ് കാണിക്കണം, ഭാര്യ ബന്ധം ഇതൊക്കെ കാണിക്കണം. ഒരു ഫീമെയിലിറങ്ങുന്ന ഒരു ഹീറോയിനായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അതിലുണ്ടെന്നായിരുന്നു. ലൊക്കേഷൻസ് എവിടെയൊക്കെയായിരുന്നു? നമ്മള് തൃശ്ശൂരായിരുന്നു, PG ഫോറസ്റ്റിലായിരുന്നു. കാട് മൊത്തം PG ഫോറസ്റ്റ് ആയിരുന്നു. പ്രൊഡ്യൂസർ കേട്ടാ ഇതുപോലുള്ള ഒരു ഫിലിം എടുക്കാനുള്ള ചാൻസ് എങ്ങനെ കിട്ടി? ഒരു ഫാമിലി സബ്ജക്റ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ കൂടുതൽ ഫാമിലി ഇടിച്ചു കയറാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? എന്റെ സബ്ജക്ട് കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കൂട്ടുകാരന്മാരെ, എന്റെ സംവിധായകൻ നടന്ന 4 പേരുണ്ട്, അവരുള്ള വിശ്വാസം.
നടന്നുകൊണ്ടുവന്ന അമീറും പപ്പേട്ടൻ അവർക്ക് ശേഷം നടന്നു. എനിക്ക് അവസാനം ആള് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കുറെ പേര് നന്നായി ഹെൽപ്പ് ചെയ്തു. ഹെൽപ്പ് ചെയ്തതിന് ഒരു പോസിറ്റീവാണ്. ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി പറഞ്ഞ പോലെ നല്ല ഹാപ്പിയാണ്. ഇപ്പം നിവേദ്യം വഴി ഒരു ഭയങ്കര എൻട്രി മലയാളത്തിലേക്ക് ലഭിച്ച ഒരാളാണ്. വിളിച്ചൊരു നാടകമാണ്. താങ്കൾ എന്തുകൊണ്ട് അതിനുശേഷം പിന്നെ സിനിമയാണ് ഫുൾ സംവിധാനത്തിൽ ഫോക്കസ് ചെയ്തത്? ഞാൻ 15 സിനിമകൾ ചെയ്തതാണ്, കുട്ടിസ്ലാം ഉൾപ്പെടെ 15 സിനിമകൾ ചെയ്തതാണ്. പക്ഷെ എന്റെ ഒരു ടീം സംവിധായകനായിരുന്നു. അപ്പൊ ഈ സംവിധായകനാകാന്ന് പറയുന്നത് ഇത്തിരി ജോലിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എല്ലാം മടക്കി വെച്ച് കുറെ സീരിയലൊക്കെ ചെയ്തു, ജീവനമാർഗം കഴിയട്ടെ. അപ്പൊ അങ്ങനെ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയോട് കൂടുതൽ അടുത്തിട്ട് ഫസ്റ്റ് ചെയ്ത സിനിമയാണ് മൈ ലൈഫ് പാർട്ട്ണർ. അതുകൊണ്ട് എനിക്ക് നടനല്ല ഞാൻ താല്പര്യപ്പെട്ടത്, സംവിധായകനായിരുന്നു. ഈ ആരെങ്കിലും അഭിനയിക്കാനൊക്കെ വിളിച്ചാൽ പോകും? കുറച്ച് നല്ല 5 വർഷം ഒരു ബ്രേക്ക് എടുത്ത്, എന്റെ ലൈഫിൽ നിന്ന് ബ്രേക്ക് എടുത്ത് സോഷ്യൽ മീഡിയയുടെ വീഡിയോ ചെയ്ത്, നമുക്കറിയാം ഫേസ്ബുക്ക് എനിക്ക് നല്ല പൈസ ആണ്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്തു. ഈ എബ്രഹാം ലിങ്കണോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് 6 മണിക്കൂർ തരുവാണെങ്കിൽ, മരം വെട്ടാൻ കാട് വെട്ടാൻ തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ 4 മണിക്കൂർ എന്റെ ആക്സിന്റെ ആയുധത്തിന്റെ മൂർച്ച കൊടുത്തു പറഞ്ഞു. ബാക്കി 2 മണിക്കൂർ ഞാൻ മരം വെട്ടുന്നു. ഈ 5 വർഷത്തിന് എന്റെ ഒരു പ്രയത്നം കൊണ്ട് എന്റെ സൈലന്റ് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാൻ ഒരു സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ സിനിമ കഴിഞ്ഞ ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസറിംഗ് ബോർഡ് തടഞ്ഞു വെച്ചത്. അതിന്റെ വിഷയം നിങ്ങൾ അറിയാമെങ്കിൽ എമ്പുരാനെ കണ്ടി വളരെ ക്രൂരമായ ഒരു എന്താ പറയുക പ്രശ്നം നേരിട്ട ആളാണ്. അവരുടെയൊക്കെ മുമ്പ് കാല് പിടിച്ച് പറഞ്ഞു ആ സിനിമ നിങ്ങൾ എനിക്ക് തരും. അങ്ങനെ അവരുടെ ഉപാധികളോട് ചില ഭാഗങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സെൻസർ കിട്ടിയത്. ആ വിഷമത്തോടു കൂടിയാണ് ഞാനും എന്റെ പ്രൊഡ്യൂസറും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിനിമ നിങ്ങൾ ഇപ്പൊ ഈ അവസരത്തിൽ പറയാൻ പാടില്ല. അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നടനായില്ല, എന്തുകൊണ്ട് ഗ്യാപ്പ് എടുത്തു എന്നുള്ളത് ആ സിനിമ നിങ്ങൾ പറയും. വീഡിയോസിലടക്കമെന്ന് പറയുകയൊക്കെ ചെയ്തു. അതേപോലെ പടം എന്ന് പറയുന്നില്ല, എന്നാൽ പോലും ഒരു വയലൻസിന് പ്രാധാന്യമുള്ള ഒരു പടം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഈ പല കാര്യങ്ങൾക്കും വീണ്ടും മറുപടി പറയേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? ഈ സെൻസർ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് ആ സെൻസർ ബോർഡ് അംഗമായിട്ടിരുന്ന ഒരാൾക്ക് തന്നെ ഇപ്പം തൊട്ടു മുമ്പ് സൂചിപ്പിച്ച പോലുള്ള വിഷയങ്ങളടക്കം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വയലന്റ് മൂവിയല്ല, അതൊരു വളരെ കുടുംബത്തെയും ആസ്വദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം, അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞാലും പറയാം. സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവരും ഡമ്മികളാണ്. അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും മെമ്പർ ആയിരുന്നു, കാരണം അവരെല്ലാം തീരുമാനിക്കണം. എന്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സോ അല്ല, ഏതോ ഇടൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന കുറെ മനസ്സുകൾ മാത്രമാണ്. അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന ഇപ്പം മാർക്കോ ഇവിടെ നിന്നല്ല എനിക്ക് തോന്നുന്നു ഫൈനൽ സെൻസർ കിട്ടിയത്. ആടുജീവിതം എന്നൊരു സിനിമ ഫൈനൽ സെൻസർ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്നല്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ ഡമ്മികൾ മാത്രമാണ് റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്നത്. അവരുടെ വാക്കിനും അവരുടെ തീരുമാനങ്ങൾക്കും യാതൊരു വിലയില്ല. അതിന്റെ ഭാഗമായ ഒരാളെ തന്നെ പറയാം. പക്ഷെ തേറ്റ അങ്ങനെയല്ല. തേറ്റ ക്ലീൻ ആയിട്ട് UA 13+ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള ആ കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് സിനിമ കാണാൻ ഒരു സർട്ടിഫൈ ചെയ്തതാണ് അത്. അതിന്റെ അർത്ഥം ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു സിനിമയാണ്. അത്രമാത്രം കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു സിനിമയാണ്. എമ്പുരാന്റെ വിവാദങ്ങൾ വെറുതെയാണെന്നാണ് എമ്പുരാന്റെ വിവാദം വെറുതെയാണെന്ന് ഞാൻ പറയുന്നത്. എമ്പുരാന്റെ വിവാദം ശരിയായിരിക്കാം, അത് അതിനെക്കുറിച്ച് ഖണ്ഡിക്കുകയല്ല. പക്ഷെ എമ്പുരാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല, എന്തുകൊണ്ട് പിന്നീട് അത് മാറ്റിയെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയങ്ങൾ. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എമ്പുരാനെ കണ്ടുള്ള രൂക്ഷമായ പ്രശ്നമാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഏകദേശം അതിനപ്പുറത്തേക്ക് രൂക്ഷമായ പ്രശ്നമാണ്. അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്കൊന്നും ആ വിഷയത്തിൽ നിന്നും മാറാൻ. കാരണം ഇത് നമ്മുടെ തേറ്റയുടെ പ്രൊമോഷനാണ്. അല്ലല്ല, അത് ടോക്കൺ നമ്പർ എന്നാണ് സിനിമയുടെ പേര്. ആ വേദനയോട് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ദിവസം കണ്ണു നിറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട്. കാരണം ഞാൻ ഒരു പക്ഷേ പറഞ്ഞു പോയാൽ ഇപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാൻ ഒളിച്ചു വെച്ചതാണ്. കാരണം അതെന്റെ ഒരു ആവശ്യമാണ്. എന്റെ ദയനീയാവസ്ഥ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ എന്നൊക്കെ പറയാം. രാഷ്ട്രീയ ഇടപെടലുകളല്ല, ചില മനുഷ്യരുടെ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകളിൽ ഇരിക്കുന്ന ചിലരുടെ ഇടപെടലുകളുണ്ട്. ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാവും, നല്ലൊരു മിടുക്കനായ ഒരു ജോലിക്കാരനാകും എന്നൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും ആരുടെയൊക്കെ പ്രവൃത്തിയായിരിക്കും. അതൊരിക്കലും
പക്ഷത്തെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ അല്ല പോയിന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ നിന്നാണ് നമ്മൾ കടന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? മാർക്കോ എന്നൊരു സിനിമ വളരെ മോശമാണ്. ഒരു വയലന്റ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സമൂഹത്തെ വഴിതെറ്റിക്കുന്നു പറയുമ്പോൾ ഒരു കയ്യിൽ ഒരു വിഷക്കുപ്പിയും ഒരു കയ്യിൽ ഒരു തേൻകുപ്പിയും ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞാൽ ആ കുഞ്ഞൊരിക്കലും വിഷം കുടിക്കില്ല. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സിനിമയെ മാധ്യമത്തെ അല്ല ചോദ്യം ചെയ്യേണ്ടത്, നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം. നീ ഇന്നത് കാണുമ്പോൾ പലർക്കും പലതുപോലെ തീ കൈ വരിക്കുന്ന കുട്ടി എന്തുകൊണ്ട് ഒരു മോശം സിനിമ കണ്ട് വഴിതെറ്റെന്ന് ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെ. അതുകൊണ്ട് ഒരു സിസ്റ്റത്തെ അല്ല വഴി പറയേണ്ടത്, നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു നോക്കണം. ഒരു വയലന്റ് സിനിമയെ ഒരു സൊസൈറ്റിയെ മോശമാക്കുന്നില്ല. എവിടെ മോശമാക്കുന്നുണ്ട്? നമ്മുടെ മെന്റാലിറ്റിയിൽ നമ്മൾ എങ്ങനെയാക്കുന്നത്. വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കും, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും വേടനിലേക്ക് കൊടുങ്കാറ്റ് പോലെ കുട്ടികൾ പാഞ്ഞു പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം ജീവനത്തിന്റെ പരിധി വന്നു അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം വേണ്ടി അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ നിർത്താൻ, കാരണം ഇത് തെറ്റയാണ്. ഞാനോ എന്റെ ചിന്തകളോ അല്ല. ഏറ്റവും നല്ല സിനിമയാണ് കേട്ടോ, അത് വളരെ നല്ല സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടിയിലെത്തിയത്. എന്തുകൊണ്ട് എനിക്ക് എന്നെ മാത്രം വേണ്ടിയുള്ള വ്യക്തിയാണ്. തരണ്ട, എന്നിലൊരു ക്രിയേറ്റർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആദ്യ സിനിമയില് ഒരു വലിയൊരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത്. പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മത്സരിച്ച ഞാൻ കൊണ്ട് നടന്നല്ല, അല്ലേ സുദേവ്. അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച ആ നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോകാൻ അത് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ. നമ്മളല്ലല്ലോ എല്ലാം ചെയ്യുന്നത്. കാലം എന്ത് ചെയ്യുന്നു നമ്മൾ അനുസരിക്കും. നമ്മളൊക്കെ ടൂൾസ് മാത്രമാണ്. ഈ സംവിധാനം ചെയ്യാൻ നടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇപ്പൊ എല്ലാ സംവിധായകരും സംവിധാനം ചെയ്യാൻ പറ്റാതെയാവാം അഭിനയത്തിലോട്ട് തിരിയുന്ന സമയമാണ്. അപ്പൊ എപ്പോഴെങ്കിലും അതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് ലോക സാറിന്റെ കൂടെ കിട്ടിയത്. അപ്പൊ ഇനി പിന്നെ പൂർണ്ണമായിട്ടും അഭിനയത്തിൽ പോകാൻ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ 19 വയസ്സായി. ഈ എന്റെ അവസാന ശ്വാസം വരെ എന്തെങ്കിലും ലോകം അറിയുന്ന ഒരു സിനിമ ചെയ്യുന്ന ഒരു പ്രതീക്ഷയോട് ജീവിക്കാം. നടന്നില്ലെങ്കിൽ അന്ന് മരിച്ചു വീഴാമോ? അരങ്ങൊടിയുന്ന മനുഷ്യരെ പോലെ ഞാൻ ഇല്ലാതായി പോട്ടെ, അതുവരെ ജീവിക്കാമല്ലോ. ഇവിടെ 16 വർഷമാണ്. ഇപ്പോഴും ലോക് സാറിന്റെ എന്തെങ്കിലും ഉപദേശം ഇപ്പോഴും മനസ്സിൽ ലോക് സാർ എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ അടയാളപ്പെടുത്തുന്നത് എന്റെ മരണശേഷമായിരിക്കും. വായിക്കപ്പെടാതെ പോയ, പറയപ്പെടാതെ പോയ സംവിധായകനാണ് ലോക് സാർ. ലോക് സാറിന് പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ പോലും അദ്ദേഹത്തിന്റെ നിഴല് പറ്റി ജീവിച്ച ഒരുപാട് സംവിധായകരുണ്ട്. അവരുടെ പ്രഭാവവും കെട്ടിരിക്കുകയാണ്. അപ്പൊ ഹീറോ ലോക് സാർ തന്നെയാണ്. അദ്ദേഹം എന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ലോക് സാർ നടന്നിട്ടില്ല. നമുക്ക് അറിയാല്ലേ, അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ സിനിമ നമുക്ക് തന്നിട്ട് പറയാണ് നിങ്ങൾ തീരുമാനിക്കുക സിനിമ എന്താണ്. ലാൽ സാറും മമ്മൂട്ടി സാറും ഒക്കെ ഇന്ന് ആ താരപ്രഭയെ നിൽക്കുന്നതിന്റെ വേരുകൾ ഉറപ്പിച്ചത് ലോക് സാറിനെ എഴുത്തുകാർ തന്നെയാണ്. ഇന്ന് പല താരങ്ങളും കുമിള പോലെ വന്നിട്ട് ഇല്ലാതായി പോകുന്നതും കരുത്തുള്ള എഴുത്തില്ലാതായിട്ടാണ്. ശരിയല്ലേ? ലോക് സാർ എപ്പോഴും എന്റെ മനസ്സിൽ ഒരു മാത്രമല്ല, എനിക്ക് ജീവൻ തന്ന ഒരു